ശബരിമല സ്ത്രീ പ്രവേശന വിധി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സ്ത്രീ പ്രവേശന വിധി പുറപ്പെടുവിച്ചതിനെ തുടർന്ന് കേരളത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പ്രതിഷേധ യോഗങ്ങൾ, നാമജപ ഘോഷയാത്രകൾ, അങ്ങനെ കേരളം കലുഷിതമായ ഒരവസ്ഥയിലായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിധിയെ തുടർന്നുള്ള പ്രതിഷേധ യോഗങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് BJP ആയിരുന്നു. നാമജപ ഘോഷയാത്രകൾ അന്ന് നടന്നത് NSSന്റെ നേതൃത്വത്തിലായിരുന്നു എങ്കിലും അതിലേറ്റവും കൂടുതൽ പങ്കെടുത്തവരും BJP പ്രവർത്തകരായിരുന്നു. 2019 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2020 നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2021 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവ മുന്നിൽ കണ്ടുകൊണ്ട് BJP നീക്കങ്ങൾ നടത്തിയെങ്കിലും അതിൻ്റെ ഫലം മുഴുവൻ കൊണ്ടുപോയത് കോൺഗ്രസ് ആയിരുന്നു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റുകളും നേടി കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ വിജയിച്ചു. BJPക്കോ കിട്ടിയത് ആനമുട്ടയായിരുന്നു. ചുരുക്കത്തിൽ ശബരിമല സ്ത്രീ പ്രവേശന വിധിയെ തുടർന്ന് പണിയെടുത്തത് മുഴുവൻ BJPയും കൂലി വാങ്ങിച്ചത് കോൺഗ്രസുമായിരുന്നു എന്ന് സാരം. അന്ന് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഈ വിശ്വാസത്തിലും ദൈവിക കാര്യങ്ങളിലും പിടിച്ചാൽ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുമെന്നുള്ളത്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു വിശ്വാസ സംരക്ഷണ ജാഥ ആരംഭിച്ചത്. സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ വിശ്വാസികൾക്ക് എതിരാണെന്ന് വരുത്തി തീർത്ത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മേധാവിത്വം നേടുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് ഇവിടെ പയറ്റുന്നത്. എന്നാൽ മൂവാറ്റുപുഴയിൽ KPCCയുടെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടന പരിപാടിയിൽ പന്തൽ തകർന്നു വീഴുകയായിരുന്നു. പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് പന്തൽ പൊളിഞ്ഞു വീണത്. പ്രവർത്തകർ ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. എങ്കിലും എന്തുകൊണ്ട് പന്തൽ തകർന്നു എന്നുള്ളത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. UDFിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ 3 മേഖലകളിലായി സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ ജാഥ മധ്യ കേരളത്തിൽ മൂവാറ്റുപുഴയിൽ നിന്നായിരുന്നു ആരംഭിക്കേണ്ടിയിരുന്നത്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ ഒത്തുചേരുന്ന വേദിയിൽ ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപായി പന്തൽ പൊളിഞ്ഞു വീഴുകയായിരുന്നു. പൊളിഞ്ഞു തുടങ്ങിയപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ട പ്രവർത്തകർ ഒഴിഞ്ഞു മാറിയതോടെ വലിയ അപകടം ഒഴിവായി. ദീപാദാസ് മുൻഷി ആ സമയത്ത് വേദിയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. നിരവധി പ്രവർത്തകർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും സുരക്ഷാ ക്രമീകരണങ്ങളുടെ വീഴ്ചയാണ് അപകട കാരണമെന്നുമാണ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയത്. പന്തലുകാരെ വിളിച്ച് അന്വേഷിക്കുമെന്നും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കെയാണ് പന്തൽ പൊളിഞ്ഞു വീണതെന്നും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. പന്തൽ പൊളിഞ്ഞു വീണതോടെ പരിപാടി അല്പസമയം തടസ്സപ്പെട്ടെങ്കിലും പ്രവർത്തകരുടെ സഹായത്തോടെ പന്തൽ വീണ്ടും ഉയർത്തി പരിപാടി തുടരുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുയരുന്ന ചർച്ചകളിൽ പ്രധാനമായും ഉയരുന്ന ചോദ്യം എന്തുകൊണ്ട് പന്തൽ പൊളിഞ്ഞു എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിലെ ചിലർ ഉത്തരവും കണ്ടെത്തി കഴിഞ്ഞു. അതിൽ പ്രധാനമായും ഉയർന്ന ഉത്തരം അയ്യപ്പ കോപം എന്നാണ്. എന്തുകൊണ്ടാണ് ഈ അയ്യപ്പ കോപം ഉണ്ടായത് എന്നുള്ളതിന് 2 കാര്യങ്ങളാണ് ഇത്തരത്തിൽ ചില സമൂഹ മാധ്യമ ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ശബരിമല വിഷയത്തിൽ മുതലെടുക്കാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമം ശബരിമല ശ്രീ അയ്യപ്പന് ഇഷ്ടക്കേടുണ്ടാക്കി എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് കരുതിയിരുന്ന അബിൻ വർക്കിയുടെ കണ്ണുനീർ. വിശ്വാസ സംരക്ഷണം എന്ന പേരിൽ ജാഥ നടത്തി വിശ്വാസികളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനുള്ള സൂചനയാണ് അതേ വിശ്വാസ സംഗമത്തിന് വേണ്ടി കെട്ടിയ പന്തലിൻ്റെ തകർച്ച എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, വോട്ടെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച വ്യക്തികളിൽ ഒരാളായ അബിൻ വർക്കിയെ തഴഞ്ഞ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുത്ത നടപടിയും നീതിക്ക് നിരക്കാത്തതാണെന്ന് പലരും പറയുന്നു. ഈ വിശ്വാസ സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ അബിൻ വർക്കി എത്തിയപ്പോൾ അവിടെ കൂടി നിന്നവർ അദ്ദേഹത്തെ തോളിലേറ്റിക്കൊണ്ടാണ് വേദിയിലെത്തിച്ചത്. അബിൻ വർക്കിയുടെ ജനപിന്തുണ കണ്ട് എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസിന് അസ്വസ്ഥത ഉണ്ടാകുന്നതും പ്രസംഗത്തിലൂടെ അറിയാൻ സാധിച്ചു. സംസാരിക്കുമ്പോൾ നമ്മുടെ നാടിന് അപമാനകരമായിട്ടുള്ള ഒന്നാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് കേരളത്തിലെ കോൺഗ്രസും പ്ലീസ് കൈ കഴുകി ഇലയുടെ മുൻപിൽ വന്നിരുന്ന ശേഷം ചോറില്ല എന്നു പറഞ്ഞ അവസ്ഥയിലായ അബിൻ വർക്കിയുടെ മാനസിക വിഷമവും അയ്യപ്പൻ കണ്ടു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധിച്ചൊരു പ്രത്യേക കാര്യം ആലോചിക്കാനുള്ളത്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും അബിൻ വർക്കിയെ തഴഞ്ഞ നടപടി കോൺഗ്രസിൽ വലിയൊരു ആഭ്യന്തര കലാപത്തിനാണ് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ്. മഹിളാ കോൺഗ്രസ്, KSU, യൂത്ത് കോൺഗ്രസ്, അങ്ങനെ സംഘടനയെ ഒന്നാകെ
ഒരൊറ്റ ബിഗ് ബോസ് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് ഒരു ബിഗ് ബോസ് പൊളിറ്റിക്കൽ റിയാലിറ്റി ഷോ ആയിട്ട് മാറുന്നു. ആ ബിഗ് ബോസിൽ നിൽക്കുന്നത് സാക്ഷാൽ KC വേണുഗോപാലാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ കണ്ടത്. അബിൻ വർക്കിക്ക് ഈസി ആയിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പോകാമായിരുന്നു. ഒറ്റ വാചകം പറഞ്ഞാൽ മതിയായിരുന്നു. ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്തോ രമേശ് ചെന്നിത്തലയെ കുത്തി ഒരു വാക്ക് പറയുകയും KC വേണുഗോപാലിനെ പുകഴ്ത്തിക്കൊണ്ട് 2 പ്രസംഗം നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് അബിൻ വർക്കി വരും. പക്ഷേ ഞാൻ അബിൻ വർക്കിയെ ബഹുമാനിക്കുന്നതിൻ്റെ കാര്യം, പക്ഷേ അബിൻ വർക്കി അത് ചെയ്തില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ആ പവർ പൊസിഷനിൽ ഇപ്പോഴും അദ്ദേഹം ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നൊരു പോരാളിയാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവല്ല, അദ്ദേഹത്തെ തന്നെ AICCയിലെ ക്ഷണിതാവായിട്ടാണ് വിളിച്ചത്. എന്നിട്ട് പോലും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിലയുറപ്പിക്കുന്നു. നോക്കൂ, വലിയ സ്വാധീനശേഷിയില്ലാത്ത വലിയ അധികാര പദവി ഇല്ലാത്ത ആൾക്കാരോടൊപ്പം നിൽക്കണമെങ്കിൽ അപാരമായിട്ടുള്ള ചങ്കൂറ്റം വേണം. ഞാനത് അബിനിൽ കാണുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോടൊപ്പം പോകാം, VD സതീശനോടൊപ്പം പോകാം, അതല്ലെങ്കിൽ KC വേണുഗോപാൽ, എല്ലാം അങ്ങോട്ടാണല്ലോ പോകുന്നത്. ഷാഫി പറമ്പിൽ പോലും പോയത് ആരുടെ കൂടെയാ? ഈ പറയുന്ന KC വേണുഗോപാലിൻ്റെ കൂടെയാ. അവസാന നിമിഷം PC വിശ്വനാഥ് KC വേണുഗോപാലിൻ്റെ ഭാഗമായി, AP അനിൽകുമാർ, KC എന്തിനേറെ സുധാകരനോടൊപ്പം നിന്ന് സണ്ണി ജോസഫ് പോലും KCയുടെ ഭാഗമായി തീരുന്നൊരു സാഹചര്യം നമ്മുടെ നിലവിലുണ്ട്. പക്ഷെ അവിടെയാണ് അബിൻ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉറച്ചു നിന്നു. കൃത്യമായ പണി കിട്ടി. അത് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത പണി അബിൻ വർക്കി അത് ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർമ്മിക്കണം, ഇവിടെയാണ് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നത്. ഇതൊരു സ്വാഭാവിക നീതിയുടെ ലംഘനമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അബിൻ വർക്കി ആരായിരുന്നു? സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. യഥാർത്ഥത്തിൽ വൈസ് പ്രസിഡന്റ് അല്ല, വർക്കിംഗ് പ്രസിഡന്റായിട്ട് അല്ലെങ്കിൽ താൽക്കാലിക പ്രസിഡന്റിൻ്റെ ചുമതല രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണ കേസിൽ സ്ഥാനമൊഴിയുമ്പോൾ കൊടുക്കേണ്ട ആളായിരുന്നു അബിൻ വർക്കി. കാര്യം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നേരത്തെ സ്മൃതി പറഞ്ഞ കണക്കാണ്. അവിടെ 2ാം സ്ഥാനത്ത് വന്നത് അബിൻ വർക്കിയാണ്. 1,70,000 വോട്ട് കൊടുത്തത് ആരാ? യൂത്ത് കോൺഗ്രസ്സാ. അതൊന്നും വ്യാജ ID കാർഡ് വെച്ച് കിട്ടിയ വോട്ടുകളല്ല കേട്ടോ. വളരെ കൃത്യമായി അബിൻ വർക്കിയുടെ പോക്കറ്റിലേക്ക് പോയ അബിൻ വർക്കിയുടെ ഇമേജിലും അബിൻ വർക്കി എന്ന ലീഡറിലുള്ള വിശ്വാസത്തിലും കൊടുത്തിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വോട്ടാണ്. 1,70,000 വോട്ടാണ് അബിൻ വർക്കിക്ക് കിട്ടിയത്. ഈ ബിനു ചുള്ളിയലിന് കിട്ടിയ വോട്ട് എത്രയെന്നറിയാമോ? ബിനു ചുള്ളിയൽ മത്സരിച്ചില്ല പ്രിയപ്പെട്ടവരെ. അതാണ് വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഇപ്പോൾ വന്ന ബിനു ചുള്ളിയൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മത്സരിക്കാത്ത ബിനു ചുള്ളിയൽ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആവുകയും മത്സരിച്ച് 1,70,000 വോട്ട് വാങ്ങിയ അബിൻ ബിനു ചുള്ളിയലിൻ്റെ താഴെ പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദേശീയ ജനറൽ സെക്രട്ടറി പോലുമല്ല. നിങ്ങളൊന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, 1 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിലെ നേതാവിന് ഇരട്ട പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ബിനു ചുള്ളിയലിനാണ്. ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തുക. അതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. യൂത്ത് കോൺഗ്രസിന് ഒരു വർക്കിംഗ് പ്രസിഡന്റ്, നല്ല ചുണയോടുകൂടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന പ്രസിഡന്റുമാരുണ്ടായിരുന്ന നാട്ടിലാണ് വർക്കിംഗ് പ്രസിഡന്റ്. അപ്പോൾ പിന്നെ ജനീഷ് ആരാണ്? സിറ്റിംഗ് പ്രസിഡന്റ് ആണോ? സിറ്റിംഗ് പ്രസിഡന്റ്, സ്ലീപ്പിംഗ് പ്രസിഡന്റ്, വെയിറ്റിംഗ് പ്രസിഡന്റ്, വാക്കിംഗ് പ്രസിഡന്റ്, ഈ പറയുന്ന വർക്കിംഗ് പ്രസിഡന്റ്, ഇത് എന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെറുപ്പക്കാരെ യഥാർത്ഥത്തിൽ കളിയാക്കുകയല്ലേ ചെയ്യുന്നത്? ആൾക്കാർ ചോദിക്കൂലേ, ഈ അപ്പുറത്തിരിക്കുന്ന കക്ഷി OJ ജനീഷ് അപ്പോൾ വർക്ക് ചെയ്യുന്ന ആളല്ലേ, നോൺ വർക്കിംഗ് പ്രസിഡന്റ് ആണോ എന്ന് ചോദിക്കില്ലേ? ഈ പോസ്റ്റിന്റെ പ്രയോജനം എന്താ? ഈ അറ്റ്ലീസ്റ്റ് തെരഞ്ഞെടുപ്പിലെങ്കിലും നിങ്ങൾ മത്സരിക്കൂ. അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, 1,70,000 വോട്ട് വാങ്ങിയ അബിൻ വർക്കിയെ നിയന്ത്രിക്കാൻ പോകുന്നത് 19,000 വോട്ട് വാങ്ങിയ OJ ജനീഷാണ്. OJ ജനീഷ് പ്രസിഡന്റ് ആവുന്നു. 1,70,000 വാങ്ങിച്ചയാൾ അവിടെ നിന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി അയാളെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. ഇനിയുമുണ്ട് മത്സരിക്കാത്തയാൾ ബിനു ചുള്ളിയൽ വർക്കിംഗ് പ്രസിഡന്റ് ആവുന്നു. അനിത ബാബുവിന് 31,000 വോട്ട് കിട്ടി. അനിത ബാബുവിന് കിട്ടിയത് 30,000 വോട്ടാണ്. എങ്കിൽ പിന്നെ ഈ അനിത ബാബുവിനെ പ്രസിഡന്റ് ആക്കി കൂടെ? കൊടുത്തൂടെ? അനിത ബാബുവിന് കൊടുത്തില്ല. അനിത ബാബുവിന് 31,000 വോട്ട് കിട്ടിയതാണ്. 19,000 വോട്ട് കിട്ടിയാൽ 1ാം സ്ഥാനത്തേക്ക് വരികയും 31,000 വോട്ട് കിട്ടിയാൽ 2ാം സ്ഥാനത്തേക്ക് വരികയും 1,70,000 വോട്ട് കിട്ടിയാൽ കളത്തിൽ നിന്ന് പുറത്താവുകയും മത്സരത്തിൽ പങ്കെടുക്കാത്തയാൾ 2ാം സ്ഥാനക്കാരായി വരികയും ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്വാഭാവിക നീതിയുടെ ലംഘനമാണത്. അത് യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് പറയുക സമുദായ സമവാക്യങ്ങൾ ഇന്ന് തെറ്റായിട്ട് അബിൻ വർക്കിയെ കോട്ട് ചെയ്യുന്നുണ്ട്. അബിൻ വർക്കി പറഞ്ഞത് ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പമെന്നല്ല അബിൻ വർക്കി പറഞ്ഞത്. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറയുന്നു ഇത് ഞങ്ങളിൽ ഈ ഹിന്ദു രക്തവും ക്രൈസ്തവ രക്തവും ഇല്ല എന്നൊക്കെ വിളിച്ചു വളർന്ന ആളാണ്. സമുദായത്തിന് സമവാക്യങ്ങളാണോ എന്നുള്ളത് കേന്ദ്ര നേതൃത്വമാണ് പരിശോധിക്കേണ്ട വിഷയമാണെന്നേ. എന്താ പറഞ്ഞിരിക്കുന്നത്? KPCC പ്രസിഡന്റ് ക്രിസ്ത്യൻ ആയതുകൊണ്ട്, KSU പ്രസിഡന്റ് ക്രിസ്ത്യൻ ആയതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ക്രിസ്ത്യൻ ആവാൻ പറ്റത്തില്ല. നയമാരുടെ കണക്ക് ഞാൻ പറയട്ടെ. KPCCയിലെ
AICC-യിലെ നായന്മാരുടെ കണക്ക് ഞാൻ പറയട്ടെ. സമുദായങ്ങളുടെ കണക്ക് പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ട്. അങ്ങനെ വന്നാൽ ഈ പറയുന്ന നായന്മാരുടെ കൂട്ടമായിട്ട് കേരളത്തിലെ KPCC-യും AICC-യിലെ കേരളത്തിലെ ക്ഷണിതാക്കളും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അക്കാര്യമൊന്നും പറഞ്ഞ് അബിൻ വർക്കിയെ നിരാകരിക്കുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ പക്ഷം. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവിക നീതിയുടെ ലംഘനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൽ ഈ ബിനു ചുള്ളിയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് പങ്കെടുത്ത ഒരു യൂത്ത് കോൺഗ്രസ് സമരത്തിൻ്റെ പേര് പറയാമോ? കഴിഞ്ഞ 2 വർഷമായിട്ട് ബിനു ചുള്ളിയിൽ ഞാൻ ഇന്ന് കുറേ ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ നിങ്ങൾക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരൂ. ഈ ബിനു ചുള്ളിയിൽ പങ്കെടുത്ത കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ദേശീയ സെക്രട്ടറി ആവുന്നതിന് മുൻപ് ഈ 2 വർഷം ഈ യൂത്ത് കോൺഗ്രസിൽ പങ്കെടുത്ത ഒരു സമരത്തിൻ്റെ പേര് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പൊന്നു ജിമ്മി, ഞാൻ നമ്മുടെ റിപ്പോർട്ടർമാരുടെ അടുത്ത് എല്ലാം അന്വേഷിച്ചു. ഈ ബിനു ചുള്ളിയിൽ ഏതെങ്കിലും സമരത്തിന് മുൻപിൽ നിന്ന് പോയ ഏതെങ്കിലും ആലപ്പുഴ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഇല്ല. ഞാനത് അന്വേഷിച്ചു. ഹരിപ്പാട് ഈ ബിനു ചുള്ളിയിൽ ഒരു പരിപാടി പങ്കെടുത്തിട്ടില്ല കഴിഞ്ഞ 2 വർഷമായിട്ട്, ഈ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് വരുന്നത് വരെ. ആ കക്ഷിയാണ് ഇവിടെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് വെച്ചിരിക്കുന്നത്. ഇതുവരെ നോൺ വർക്കിംഗ് ആയിരുന്ന ഒരാൾ വർക്കിംഗ് പ്രസിഡന്റ് ആവുന്നു എന്ന കൗതുകകരമായ ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇതുണ്ടാക്കാൻ പോകുന്ന കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളോ. കെ സി വേണുഗോപാൽ ലോക്സഭാ സീറ്റ് വിട്ട് ആലപ്പുഴയിലെ നിയമസഭയിൽ മത്സരിക്കാനായിട്ട് വരുന്നു. നിയമസഭയിൽ മത്സരിക്കുമ്പോൾ ഒഴിവൂരുന്ന വേക്കൻസിയിലേക്ക് ഹരിതാ ബാബുവിനെ കൊണ്ടുപോകാൻ പോകുന്നു എന്നൊക്കെയുള്ള ചില സംസാരങ്ങൾ ഇങ്ങനെ അണിയറയിൽ കേൾക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നതെന്നും ഒക്കെ കേൾക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ KC വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഒരു സീറ്റ് രാജസ്ഥാനിൽ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സീറ്റിൽ വന്ന അയാളുടെ പേര് രവനീത് സിംഗ് ബിട്ടു എന്നായിരുന്നു. രാജ്യസഭാ സീറ്റായിരുന്നു, രാജസ്ഥാനിലായിരുന്നു. ആ KC വേണുഗോപാൽ എന്ന കോൺഗ്രസിൻ്റെ MP രാജിവെച്ച ഒഴിവിൽ, എന്തിന് ലോക്സഭയിൽ മത്സരിക്കാൻ വന്ന ഒഴിവിൽ രാജസ്ഥാനിൽ അവിടെ വിജയിച്ചു കയറിയത് BJP MP ആയ രവനീത് സിംഗ് ബിട്ടുവാണ്. അവിടെ BJPക്ക് ഒരു സീറ്റ് കൊടുത്തിട്ടാണ് കേരളത്തിൽ ആലപ്പുഴയിൽ വന്ന് ലോക്സഭാ സീറ്റിൽ മത്സരിച്ചത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും അപ്പോൾ ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കം കിട്ടുമെന്നുമുള്ളൊരു വലിയ പ്രതീക്ഷയൊക്കെ ഒരുപക്ഷേ പാവം KC വേണുഗോപാൽ ഉണ്ടായിരിക്കാം. മത്സരിക്കുന്നതിനും ലോക്സഭയിൽ സീറ്റ് തെളിയിക്കുന്നതിനും ഒന്നും തെറ്റല്ല. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു എന്ന സൂചനയാണ്. അങ്ങനെയാണെങ്കിൽ KC രാഷ്ട്രീയമായി കേരളത്തിൽ സജീവമാവുന്നു. VD സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാം അപ്രസക്തമാവുകയും KC വേണുഗോപാൽ കേരളത്തിൽ ഒറ്റയാൾ ലീഡറായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. എല്ലാ മേഖലകളും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങളെയും KC പൂർണ്ണമായിട്ടും കീഴടക്കിയിരിക്കുന്നു. ഇത് കേരള ചരിത്രത്തിൽ അടുത്തിടെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വെട്ടിനിരത്തലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ വെട്ടിനിരത്തൽ ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നു. ഇതിൽ എങ്ങനെയാണ് ഐ ഗ്രൂപ്പിൻ്റെ പ്രതികരണം എന്നത് ഞാൻ അന്വേഷിച്ചു. ഐ ഗ്രൂപ്പിൻ്റെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, ശ്മശാന മൂകതയാണ്. ഒരഭിവാദ്യം അതിലില്ല കേട്ടോ. ഞാനതിൽ ഒരു സുഹൃത്ത് നമുക്ക് അയച്ചു സ്ക്രീൻഷോട്ട് കണ്ടു. ഇത് ഞാൻ തർക്കിക്കാൻ പറയുന്നത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു, എതിർപ്പുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നോളൂ. ഈ ഐ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഷോട്ടുകളിലുണ്ടല്ലോ, ഒരു അഭിവാദ്യമില്ല, ഒരു സന്തോഷമില്ല, ഒരു പ്രകടനമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അബ്സല്യൂട്ട് സൈലൻസ് ആണ്, നിശബ്ദമായിട്ടിരിക്കുക. പക്ഷേ ഞാൻ അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല അബിൻ വർക്കിയെയും ബഹുമാനിക്കുന്നുണ്ട്. കാരണം ഈ ഐ ഗ്രൂപ്പ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് രാഷ്ട്രീയം ഒരു വിയോജിപ്പുണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ ബാധിക്കും? 2 രീതിയിൽ ബാധിക്കും. ഒന്ന്, കോൺഗ്രസിൻ്റെ സാധ്യതയെ ബാധിക്കും, നമ്പർ 1. നമ്പർ 2, ഇതിൽ മത്സരിക്കാൻ നിൽക്കുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെയൊക്കെ സ്ഥാനാർത്ഥികളുണ്ട്. അവരുടെ സാധ്യതയെ അത് നശിപ്പിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇവരൊക്കെ വളരെ പരസ്യമായിട്ട് ഈ അതൃപ്തി പരസ്യപ്പെടുത്താതിരിക്കുന്നത്. അങ്ങേറ്റം നിരാശയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു വിഭാഗം തന്നെ ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോയാലോ എന്ന് പോലും ആലോചിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ രാജിവെക്കാത്തത് ആ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കടന്നുകൂടിയില്ലെങ്കിൽ ഇനി കോൺഗ്രസ് ഇല്ല എന്നത് അവർക്ക് തിരിച്ചറിയാം എന്നുള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ട് ഇനി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് കണ്ടറിയണം. ഇനി വരാൻ പോകുന്നത് രാഷ്ട്രീയ സമവാക്യങ്ങളുടെ കാലമാണ്. ഒന്നുകിൽ KC പൂർണ്ണമായിട്ടും പിടിച്ചടക്കി കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകും, അതല്ലെങ്കിൽ ഏറ്റുമുട്ടലുകൾ തുടരും. പക്ഷേ ഇത് തൽക്കാലം അണിയറയിലായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.